തീർച്ചയായും സാമൂഹിക വിപത്താണ് ടിനിച്ചേട്ടൻ എന്നുള്ള കാര്യം വ്യക്തമായിട്ട് എനിക്കറിയാം. അതിനെതിരെ ഞാൻ മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. സാമൂഹിക വിപത്താണ് ടിനി ചേട്ടൻ എന്ന് അവിടെ ചേട്ടനാണ് എന്ന് ഞാൻ മുമ്പോട്ട് പറയുന്നത് സാമൂഹിക വിപത്താണ് ടിനി ചേട്ടൻ എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാമെന്നുള്ള പറയുന്നത്. മനസ്സിലായോ? അവിടെ ടിനി ചേട്ടൻ സാമൂഹിക, അപ്പം സംസാരത്തിൽ നോക്കുമ്പോൾ ടിനി ചേട്ടൻ തന്നെ വിളിച്ചത്. പക്ഷെ അവിടെ കൊടുക്കുന്നുണ്ട്, നീ ചെയ്തത് നീ ചേട്ടൻ തന്നെ, എന്റെ പ്രായം കൊണ്ട് നീ ചേട്ടൻ തന്നെയാണ്, പക്ഷെ നിന്റെ കയ്യിലിരിപ്പ് ഇതാണ്. അതാണ് എനിക്ക് ഇഷ്ടപ്പെടുന്നത്. മനസ്സിലായോ? അല്ലെങ്കിൽ ആ ടിനി മുകേഷ് അവൻ നാറി ചെറ്റ റാസ്കൽ അവൻ. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. അൻസിബ ഹസൻ വെറുതെ പറയുന്നല്ല. അൻസിബ ഹസൻ എന്ന് പറയുന്ന പെൺകുട്ടി വെറും പുലിയല്ല, ഒരു പുപ്പുലിയാണെന്ന് പറയാതിരിക്കാൻ വയ്യ എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ ഒരു മനസാന്നിധ്യം, പറയുന്ന രീതി. ഇന്ന് നമ്മുടെ ലക്ഷ്മിപ്രിയക്കെതിരായിട്ടും വനിതാ SIക്കെതിരായിട്ടും മൊഴി കൊടുക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ പത്രക്കാർ വന്ന് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു. എന്തിനെക്കുറിച്ചാണ് മൊഴി കൊടുക്കാൻ പോകുന്നത്? ടിനി ടോമിന്റെ കേസ് ചോദിക്കുന്നുണ്ട്. അവിടെ ടിനി ടോമിന്റെ കേസ് ചോദിക്കുമ്പോൾ അൻസിബ പറയുന്നൊരു കേസുണ്ട്. ടിനി ടോം എന്ന് പറയുന്ന ഒരു സാമൂഹിക വിപത്താണ്, ഒരു സമൂഹ വിപത്താണ്, അതുപോലെ ഒരു ക്രിമിനലാണ് എന്ന് പറയുന്ന രീതി നമ്മൾ ശ്രദ്ധിക്കണം. വളരെ കാമായിട്ട് നിന്ന്, കോയിറ്റായിട്ട് നിന്ന്, ഒരു ഇതുമില്ല, അങ്ങ് സാധാ പറയും പോലെ അങ്ങ് പറയുകയാണ്. പക്ഷെ അത് കൊള്ളുന്നത്, സത്യം പറഞ്ഞാൽ അവരൊക്കെ ആർക്കും തിരിച്ചൊരു മറുപടി അല്ലെങ്കിൽ തിരിച്ചതിനെ ഖണ്ഡിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞത് മോശമായിപ്പോ എന്നൊന്നും തോന്നാത്ത രീതിയിൽ, എന്നാൽ നല്ല കറക്റ്റല്ലേ, നീ സമൂഹ വിപത്താണ്, സമൂഹത്തിന് തന്നെ നീ ഒരു വിപത്താണ്, നീ ഒരു ക്രിമിനലാണ് എന്ന് പച്ചയ്ക്ക് പറഞ്ഞു. ഇവൻ ഇങ്ങനെ ചെയ്തത് കൊണ്ട് ശിക്ഷ അനുഭവിച്ചേ പറ്റൂ എന്ന് വളരെ വ്യക്തമായിട്ട് ഇത്രയും മീഡിയയുടെ ഫണ്ടി വെച്ച് പറയുകയാണ് അൻസിബ ഹസൻ. അതുകൊണ്ടാണ് പറയുന്നത് അൻസിബ ഹസൻ എന്ന് പറയുന്ന പെൺകുട്ടി വെറും പുലിയല്ല, അതൊരു പുപ്പുലിയാണ് എന്നുള്ളത്. നമുക്കത് കുറേശ്ശെ കേൾക്കാം. ഓക്കെ. ലക്ഷ്മിപ്രിയ ചേച്ചിയും പിന്നെ തൃപ്പൂണിത്തുറ വനിതാ സെൽ SI രേഷ്മ മാം, അവർക്ക് രണ്ടുപേർക്കെതിരെയുള്ള മൊഴിയാണ് ഇപ്പം ഇന്ന് ഞാൻ കൊടുക്കാൻ പോകുന്നത്. അന്ന് അനധികൃതമായിട്ട് എന്നെ പോലീസ് സ്റ്റേഷനിൽ തടഞ്ഞു വെക്കുകയും വ്യാജ പരാതിയിൽ എന്നെ വിളിപ്പിക്കുകയും ചെയ്ത് പരാതിയിൽ. അപ്പൊ ഈ ടിനിയുടെ പരാതി എങ്ങനെയാണ്? ടിനിക്കെതിരെയുള്ള പരാതിയും മറ്റു കാര്യങ്ങളൊക്കെ എന്താണ്? ടിനിയോട് എങ്ങനെയാണ് ഇനിയൊരു സമീപനം? അദ്ദേഹം എന്നോട് മാത്രമല്ല ദ്രോഹം ചെയ്തത്, ഒരു സമൂഹത്തിനോടാണ്. പ്രത്യേകിച്ച് കേരളം പോലെ ഇത്രയും സെക്യുലർ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലുള്ളവരോടാണ് തെറ്റ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര മോശമാണത്. ഒരാളോടുള്ള വ്യക്തിവൈരാഗ്യം തീർക്കാൻ വേണ്ടി ഒരാൾക്കെതിരെ ഒന്നും കിട്ടാതിരിക്കുമ്പോൾ പേര് അൻസിബ ഹസനാണ്, എന്നാൽ പിന്നെ ഇങ്ങനെ ഇതങ്ങ് ഉപയോഗിച്ചേക്കാം എന്ന് കരുതിയിട്ട് തെറ്റായിട്ടുള്ളൊരു മെസ്സേജാണ് സമൂഹത്തിന് കൊടുക്കുന്നത്. ഭാഗ്യവശാൽ കേരളത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. മലയാളികളെല്ലാവർക്കും കാര്യം മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ചെയ്തതിനോട് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റൂല. അതിനുള്ള ശിക്ഷ അദ്ദേഹം അനുഭവിച്ചേ പറ്റുള്ളൂ. ചെയ്തതിനെ ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റത്തില്ല. അതിനുള്ള ശിക്ഷ അയാൾ അനുഭവിച്ചേ പറ്റുള്ളൂ. അയാൾ ചെയ്ത എൻ്റെ അടുത്ത് മാത്രമല്ല, നമ്മുടെ സമൂഹത്തിനോട് ചെയ്ത ഏറ്റവും വലിയൊരു അപരാധമാണ്. സത്യമല്ലേ? അതായത് ആദ്യം ഇവര് പറയുന്നുണ്ട്, ലക്ഷ്മിപ്രിയക്ക് വേണ്ടി എതിരായിട്ടും വനിതാ SIക്ക് എതിരായിട്ടും മൊഴിയെടുക്കാൻ വേണ്ടി വന്നു. അതിനോടൊപ്പമാണ് ഈ ടിനി ടോമിന്റെ കേസ് ചോദിക്കുമ്പോൾ എൻ്റെ അടുത്ത് മാത്രമല്ല, എന്നോടല്ല അയാൾ തെറ്റ് ചെയ്തത്, ഈ പറയുന്ന സമൂഹത്തോടാണ് ഈ ഒരു തെറ്റ് ചെയ്തത് എന്നുള്ളതാണ്. ഞാൻ ഒരു കാര്യത്തിൽ എതിർത്തു അല്ലെങ്കിൽ എതിരഭിപ്രായം പ്രകടിപ്പിച്ചു എന്നതുകൊണ്ട് ശരി, എനിക്കെതിരെ ഒരു കുറ്റവും കിട്ടിയില്ല. അപ്പൊ നോക്കിയപ്പോൾ അൻസിബ ഹസൻ ഒരു മുസ്ലിം ആണല്ലോ, എനിക്ക് അങ്ങനെ ഇരിക്കട്ടെ, ആ ലെവലിൽ പിടിക്കാം എന്ന രീതിയിൽ ഒരു പെൺകുട്ടിയെ, അതും കേരളം പോലുള്ള ഒരു പെൺകുട്ടിയെ, ഇത്രയും മതസൗഹാർദ്ദമായിട്ട് കഴിയുന്ന കേരളം പോലുള്ള ഒരു സ്റ്റേറ്റിൽ അവളെ ഒരു ജിഹാദിയായി മുദ്ര കുത്താൻ ശ്രമിക്കുന്ന ഈ പറയുന്ന യഥാർത്ഥത്തിൽ വർഗീയവാദി ആരെന്ന് ചോദിച്ചത് ഈ ടിനി ടോമാണ്. ഇവനാണ് ഏറ്റവും വലിയ വർഗീയവാദി. ടിനി ടോം, അതിന്റെ കൂടെ നിൽക്കുന്ന ലക്ഷ്മിപ്രിയ ആയിക്കോട്ടെ, ശ്വേതാ മേനോൻ ആയിക്കോട്ടെ, ഇവരൊക്കെയാണ് വർഗീയവാദി എന്ന് ഞാൻ പറയും. മനസ്സിലായോ? അതിന് വളരെ കൃത്യമായിട്ട്, അതുകൊണ്ട് തന്നെ പറഞ്ഞ ഈ ഒരു സമൂഹത്തിന് തന്നെ വിപത്തായി നിൽക്കുന്ന ടിനി ടോമിന് അതിനുള്ള ശിക്ഷ കിട്ടിയേ പറ്റും. വളരെ കൊയിറ്റാണെന്ന് പറയുന്നത്. ഇവിടെ ലക്ഷ്മിപ്രിയെ പോലെ അല്ല. ലക്ഷ്മിപ്രിയ വന്നിട്ട് ഈ നമ്മുടെ അൻസിബയെ കുറിച്ച് പറഞ്ഞറിയുമോ? ശ്രീമതി അൻസിബ എന്നൊക്കെ അഭിസംബോധന ചെയ്താണ് ഈ പറയുന്ന മീഡിയയുടെ ഫണ്ടി വന്നത്. പക്ഷേ ഫോണിൽ വിളിക്കുമ്പോൾ നീ പുതുത്തു ചാവൂടി, നീ മറ്റവളെ മറച്ചവളെ, അതിന് ചന്ത വർത്താനം പോലും തോറ്റുപോകുന്ന, നാണം കെട്ടുപോകുന്ന രീതിയിലുള്ള സംഭാഷണമാണ് അല്ലെങ്കിൽ വാക്കുകളാണ് ഈ നമ്മുടെ ലക്ഷ്മിപ്രിയ പുറത്തുവിടുന്നത്. ഇവിടെ അങ്ങനെയല്ല. ഇത് മീഡിയയുടെ ഫണ്ടിലായിട്ട് എവിടെ ആയിക്കോട്ടെ നിങ്ങൾ മനസ്സിലാക്കാറുള്ളത്. ഇതിനകത്ത് ഉടനീളം ടിനി ടോമിന്റെ പേര് പറയുമ്പോൾ ചേട്ടനെന്നും ടിനി ടോം ചേട്ടനെന്നും ലക്ഷ്മിപ്രിയ ചേച്ചി എന്ന് മാത്രമാണ് അൻസിബ പറയുന്നത്. അതിനർത്ഥം അവരുടെയൊക്കെ ബഹുമാനം ഇപ്പോഴും ഉണ്ട്. വാക്കുകളിലൊക്കെ ബഹുമാനം ഉണ്ടെങ്കിൽ കൂടി
ഒരു അട്ടഹാസമോ ഒരു ജാടയോ ലക്ഷ്മി രമണൻ തന്നെ അവര് പറഞ്ഞ ആ അമ്മയുടെ നിലവിലെ വൈസ് സെക്രട്ടറി വൈസ് പ്രസിഡന്റ് കൂടിയായ ലക്ഷ്മിപ്രിയ എന്ന ഞാൻ തന്നെ അത് ആ പറയുമ്പോഴുള്ള അവരുടെ ആ ശരീരഭാഷ, അവരുടെ ഒരു അഹങ്കാരം, ഞാൻ അമ്മയുടെ വൈസ് പ്രസിഡന്റ് ആണ് എന്ന് ഊന്നല്ലോ, എന്തോ ഞാൻ മറ്റവളാണ് എന്ന്. ഇവിടെ അതൊന്നുമല്ല. ഇവിടെ വളരെ ക്വൈറ്റായിട്ട് ചേച്ചി ചേട്ടാ എന്ന് പറഞ്ഞ് വിളിക്കുകയും നിങ്ങളൊരു സമൂഹ വിപത്താണ് എന്ന് കൃത്യമായിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അതുകൊണ്ടാണ് പറയുന്നത് വെറും പുലിയല്ല പുപ്പുലിയാണ് എന്നുള്ളത്. ബാക്കി അതിനുള്ളൊരു കാരണം കൂടെ ഉണ്ട്. ഞാൻ അമ്മയിൽ ഓൾറെഡി പരാതി അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പരാതി അയച്ചു കഴിഞ്ഞ് അവസാനം മീഡിയയുടെ പ്രഷർ കാരണമാണ് അമ്മയിൽ നിന്ന് പറയണത് കേൾക്കാം. അതിൻ്റെ മുന്നേ ഞാൻ പല പരാതികൾ കൊടുത്തിട്ടും ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടും ആരും കേട്ടിട്ടില്ല. മീഡിയയുടെ പ്രഷർ കാരണം മാത്രമാണ് എന്നാൽ കേൾക്കാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം, ഇതേ കമ്മിറ്റി തന്നെ കേൾക്കാം എന്നാണ് പറയുന്നത്. അത് ഈ കമ്മിറ്റിയിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് അവിടുന്ന് റിസൈൻ ചെയ്ത് വന്ന ഒരാളാണ് ഞാൻ. റിസൈൻ ചെയ്തതിന് ശേഷമാണ് എനിക്ക് മീഡിയയിൽ ഇത് പറയാൻ പറ്റിയത്. അവിടെ ഇരുന്നുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പം ഞാനിത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇതേ കമ്മിറ്റിയുടെ മുമ്പാകെ ഞാൻ ഹാജരായി വീണ്ടും ഇതേപ്പറ്റി സംസാരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പരിഹസിക്കുന്നതിന് തുല്യമല്ലേ അത്? വളരെ കൃത്യമാണ്. അത് വളരെ ക്വൈറ്റായിട്ട് പറഞ്ഞത് കൊള്ളേണ്ട അടുത്ത് കൊള്ളും. വളരെ കൃത്യമല്ലേ? ആരെങ്കിലും ഇപ്പം നമ്മൾ ഒരാൾക്ക് പരാതി കൊടുത്തു, ആ പരാതി ഇപ്പൊ ഞാൻ ഈ പറയുന്ന നമ്മുടെ ഒരു സംഘടനയിലുണ്ട്, അവിടെയുള്ള പ്രസിഡന്റിനോ ആർക്കോ പരാതി കൊടുത്തു, ആ പ്രസിഡന്റ് തന്നെ വീണ്ടും പറയും ഇതിനു മുമ്പേ ഞാൻ പല പ്രാവശ്യം മെയിൽ അയച്ചു ഇതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോഴൊന്നും അവരെ ചർച്ചയ്ക്ക് വിളിച്ചില്ല, അതിനെ അവോയ്ഡ് ചെയ്ത് വിട്ടു. ടിനി ടോം എന്താ പറഞ്ഞത്, ഇതുപോലത്തെ കൂടെ പരാതികളൊന്നും ഇവിടെ എടുക്കില്ല എന്നാണ് ടിനി ടോം പറഞ്ഞത്. ഓക്കെ, ഇപ്പോ മീഡിയയുടെ പ്രഷർ കാരണം ഇവരെന്താണ് ഇതൊരു ചർച്ച ചെയ്യാം, പരാതി സ്വീകരിക്കാം എന്ന് പറയാൻ കാരണം മീഡിയയുടെ പ്രഷർ കാരണം. എന്നിട്ട് ആരെ ഫ്രണ്ടിൽ പോയി നിൽക്കണം? ഞാൻ ആർക്കെതിരെയാണോ പരാതി കൊടുത്തത്, ഞാൻ പിന്നീട് ആരെയാണോ വിശ്വാസമില്ലാതെ ഇപ്പൊ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരെ വിശ്വാസമില്ലാത്തത് കൊണ്ട് ഇറങ്ങിപ്പോയ ഞാൻ അവരുടെ ഫ്രണ്ടിൽ തന്നെ ചെന്ന് അവർക്കെതിരെയുള്ള പരിപാടിയിൽ ഒരു ന്യായം കണ്ടെത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കോപ്പാണ്? അവ എന്നെ കളിയാക്കുന്നത് പോലെ അല്ലേ എന്ന് ചോദിക്കുന്ന വളരെ കൃത്യമാണ് അല്ലേ? അവരെ ഇഷ്ടമല്ല, അവരെ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് ഇവിടെ ഇറങ്ങിപ്പോയതിനു ശേഷം ഈ ഒരു സംഭവം പറഞ്ഞത്. കാരണം അമ്മ ഇരുന്നുകൊണ്ട് പറയാൻ പറ്റുന്നില്ല. എന്നിട്ട് അവർ പറയുന്നു ഞാനാണ് നമ്മുടെ തന്നെ നമുക്ക് എനിക്കെതിരെ പറയാം, നീ പറ. ഇവര് എന്തെങ്കിലും ന്യായം പറയും, അല്ലെങ്കിൽ ഞാൻ കുറ്റക്കാരാണ് ഇവിടെ നിൽക്കുന്നവര്. ശ്വേതാമേനോൻ പറയും, ശ്വേതാമേനോനാണ് ഇതിനകത്ത് മുളകളി, അവളാണ് ഈ കംപ്ലീറ്റ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. ശ്വേതാമേനോൻ പറയും ശരിയാണ്, നീ പറഞ്ഞ കറക്റ്റാണ്, ഞാൻ കുറ്റം ചെയ്തിട്ട് മാപ്പ് എന്ന് പറയും. ഒരിക്കലും ഇല്ല. എവിടെ തലയിൽ തന്നെ കൊണ്ടിടാൻ വേണ്ടിയിട്ടില്ല ശ്രമിക്കുള്ളൂ. ബാക്കി എനിക്കൊരു നീതിയും തരാത്ത ഇതേ കമ്മിറ്റിയുടെ മുന്നിൽ പോയിരുന്നിട്ട് ഞാൻ എന്ത് പറയാനാ? അല്ലെങ്കിൽ അവരെന്ത് കേൾക്കാനാ? എനിക്ക് വേണ്ടി എന്തെങ്കിലും ന്യായത്തിൻ്റെ കൂടെ ഇരിക്കുമോ? ഇതേ ഞാൻ ആരോപണം പറയുന്നത് ആർക്കെതിരെയാണ്? ടിനി ടോം എന്ന് പറഞ്ഞ അദ്ദേഹത്തിനെതിരെയാണ്. അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന പ്രസിഡന്റ്, എനിക്കെതിരെ വ്യാജ പരാതി നൽകിയ വൈസ് പ്രസിഡന്റ്, ഇങ്ങനെ ഇരിക്കുന്ന ഇവരുടെ മുമ്പാകെ ഞാൻ വീണ്ടും ഹാജരായി വീണ്ടും ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നീതി കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ തന്നെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് കുറ്റാരോപിതർ ഇരുന്നിട്ട് നീതി തരാൻ വേണ്ടിയിട്ട് സംസാരിക്കുന്ന കാര്യം. മറ്റാരെങ്കിലും ഇരുന്നല്ലേ സാധാരണ സംസാരിക്കുക? കൃത്യമല്ലേ? വളരെ കൃത്യമായിട്ടാണ് കാര്യം പറഞ്ഞത്. ഇത് നമ്മൾ ഒരാളെ കേൾക്കുമ്പോൾ നമുക്ക് തിരിച്ചൊരു അല്ലെ അത് അങ്ങനെയല്ലല്ലോ ഇങ്ങനെയാണെന്ന് പറയാൻ വേണ്ടിയിട്ടില്ല. കാരണം വളരെ സാധാരണക്കാർക്ക് ആർക്ക് കേട്ടാലും ഈ പറയുന്നതാണ് 100% ന്യായം എന്ന് എല്ലാവർക്കും മനസ്സിലാവും. ആ രീതിയിലാണ് വളരെ സ്പഷ്ടമായിട്ടാണ് പറയുന്നത്, വളരെ ലളിതമായിട്ട് സ്പഷ്ടമായിട്ട്. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്? വളരെ സ്പഷ്ടമായിട്ട് പറയുകയാണ്. അതോടുകൂടി പിന്നെ ഇതിനകത്ത് ആര് കേട്ടാലും ഈ പെൺകുട്ടി പറയുന്നത് ശരിയല്ലല്ലോ, അത് തെറ്റല്ലേ എന്ന് ആർക്കും തോന്നില്ല. ആ രീതി അതാണ് പറഞ്ഞത്. പറയാനത് നമ്മൾ ബിഗ് ബോസിനുണ്ടായിരുന്നപ്പോൾ കണ്ടാണ് ഒരു കാര്യം ലാലേട്ടന്റെ ഫ്രണ്ടിലായാലും വാ അടച്ചു പോകുന്ന മറുപടി, കുറുക്ക് കൊള്ളുന്ന മറുപടി കൊടുക്കാൻ അൻസിബ അന്നും ഇല്ലത്തെയാണ്, ഇന്നും അതേപോലെ തന്നെ എന്നുള്ളതാണ്. തീർച്ചയായും സാമൂഹിക വിപത്താണ് ടിനിച്ചേട്ടൻ എന്നുള്ള കാര്യം വ്യക്തമായിട്ട് എനിക്കറിയാം. അതിനെതിരെ ഞാൻ മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. സാമൂഹിക വിപത്താണ് ടിനി ചേട്ടൻ എന്ന് അവിടെ ചേട്ടനാണ് എന്ന് ഞാൻ മുമ്പ് സാമൂഹിക വിപത്താണ് ടിനി ചേട്ടൻ എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാമെന്നുള്ള പറയുന്നത്. മനസ്സിലായോ? അവിടെ ടിനി ചേട്ടൻ സാമൂഹിക സംസാരത്തിൽ നോക്കുമ്പോൾ ടിനി ചേട്ടൻ തന്നെ വിളിച്ചത്. പക്ഷെ അവിടെ കൊടുക്കുന്നുണ്ട്, നീ ചെയ്തത് നീ ചേട്ടൻ തന്നെ, എന്റെ പ്രായം കൊണ്ട് നീ ചേട്ടൻ തന്നെയാണ്, പക്ഷെ നിന്റെ കയ്യിലിരിപ്പ് ഇതാണ്. അതാണ് എനിക്ക് ഇഷ്ടപ്പെടുന്നത്. മനസ്സിലായോ? അല്ലെങ്കിൽ ആ ടിനി മുകേഷ് അവൻ നാറി ചെറ്റ റാസ്കൽ, അവൻ സാമൂഹിക വിപത്താണ് എന്നല്ല പറഞ്ഞത്. ടിനി ചേട്ടൻ സാമൂഹിക വിപത്താണ് രണ്ടിടത്തും കൊണ്ടേ. ഓക്കെ, മേനോൻ ടിനിക്ക് അനുകൂലമായ ഒരു നിലപാടാണ് എടുക്കുന്നത്. പലപ്പോഴും അൻസിബയുടെ പരാതി പോലും ചർച്ച ചെയ്യേണ്ടെന്നാണ് ശ്വേതാമേനോൻ പറഞ്ഞത്. അത് കേൾക്കുമ്പോൾ വിഷമാണ് തോന്നുന്നത്. കാരണം ഇത്രയും വലിയ ഒരു
ഇതിപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ പ്രൊഡക്ഷൻ കൺട്രോളർ രാജീവ് കുടപ്പന എന്ന് പറയുന്ന അദ്ദേഹം വന്നിട്ട് അൻസിബ അങ്ങനെ പറഞ്ഞിട്ടില്ല, അദ്ദേഹത്തിൻ്റെ മകൻ കൈലാസ് വന്നിട്ട് പറഞ്ഞു അൻസിബ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന്. അവർ ഒരു സെക്കൻഡ് മാറ്റി പറഞ്ഞിരുന്നെങ്കിൽ രാജ്യദ്രോഹ കുറ്റത്തിന് ഞാൻ ജയിലിൽ കിടക്കേണ്ടി വരില്ലായിരുന്നു. അപ്പം അത് ഇവർക്കാർക്കും പ്രശ്നമുള്ള കാര്യമല്ലേ? ഇത്രയും വലിയ ക്രിമിനൽ പരിപാടികൾ ഇവരെല്ലാം ചെയ്തു വെച്ചിട്ട് ഞാനിത് സഹിച്ചോളണം എന്ന് പറയുന്നത് എന്ത് ന്യായമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്രയും വലിയ ക്രിമിനൽ പരിപാടികൾ, ഈ ക്രിമിനൽ എന്ന് വെച്ചാൽ ക്രിമിനൽ പരിപാടികൾ ചെയ്യുന്നത് ക്രിമിനലാണ്. അതായത് ടിനി ടോം പരോക്ഷമായിട്ട് ടിനി ടോം ഒരു ക്രിമിനലാണ്, കൃത്യമാണ്. ഒരു പെൺകുട്ടിയെ ഈ ഒരു രീതിയിൽ സത്യം പറഞ്ഞാൽ അൻസു പറഞ്ഞ കറക്റ്റാണ്. അവര് വന്നിട്ട് വെറുതെ പറയാണ്, ശരിയാണ് ടിനി ടോം പറഞ്ഞത്, നമ്മുടെ മതപരിവർത്തനത്തിന് വേണ്ടിയിട്ട് ശ്രമിച്ചു, എന്നെ അവൻ നോമ്പ് പിടിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ എന്തെങ്കിലും തെളിവ് നമുക്ക് കൊടുക്കാൻ പറ്റുമോ? പിന്നെ ഇവിടെ എല്ലാം തീവ്രവാദി ജിഹാദിയായിട്ടേ കാണുള്ളൂ. ഇവിടെ വന്ന് കണ്ടോ അവിടെ വന്ന് അവിടെ ജാതിയിലേക്ക് അല്ലെങ്കിൽ മതത്തിലേക്ക് മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നു എല്ലാവരും. ഇപ്പൊ ഞാൻ ഉൾപ്പെടെ വന്ന് ഇവരെ കുറ്റം പറയത്തേ ഉള്ളൂ. അങ്ങനെ ഒരു തെളിവ് അവർ പറഞ്ഞു, ഉറപ്പാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ അവ എന്തോ ഭാഗ്യത്തിന് പറഞ്ഞില്ല. അങ്ങനെ പറഞ്ഞിരുന്നു എങ്കിൽ രാജ്യദ്രോഹ കുറ്റത്തിന് എവിടെ കത്തിയേറ്റാണ്, എല്ലാവരും കൂടി എവിടെ വലിച്ചു കയറിയേനെ. അപ്പൊ അതെന്തുകൊണ്ടും അപ്പൊ ഈ ടിനി ടോം ചെയ്ത് ഏറ്റവും വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. ഇവനെയാണ് സത്യം പറഞ്ഞ രാജ്യദ്രോഹ കുറ്റത്തിന്, ഇവനാണ് ഇവിടെ ജാതി ഈ പറയുന്ന വംശീയമായിട്ടൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്ന ടിനി ടോം പോലുള്ള നാറികളാണ്. മനസ്സിലായോ? യുവമാരെയാണ് യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ എടുത്ത് അകത്തിടാനുള്ളത് എന്നുള്ളതാണ്. അപ്പൊ ഇത് ചെയ്യുന്ന ആളുകൾ ഒരിക്കലും നമ്മുടെ മുന്നിൽ, ഈ സൊസൈറ്റിയുടെ മുന്നിൽ ഞെളിഞ്ഞു നിന്ന് നല്ല ആളുകളാണ് എന്നുള്ളൊരു കപട മുഖത്തോടെ നിൽക്കാൻ പാടില്ല. അവരുടെ ആ കപട മുഖം താഴെ വീഴ് തന്നെ വേണം. വ്യക്തിപരമായിട്ട് ഞാൻ പറഞ്ഞത് ഇതൊരു ധാർമ്മികതയുടെ പേരിൽ പറയുന്നതാണ്, ഇത് ചെയ്യരുത്. ഒരു വളരെ സെക്യുലറായിട്ട് നിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ നമുക്ക് ടെമ്പിൾ വേണ്ട, മോസ്ക് വേണ്ട, ചേർച്ച് വേണ്ട, അല്ലെങ്കിൽ നാളെ പാർട്ടികൾ വരും, ഇതൊന്നും വേണ്ട. ഇതൊന്നും ഇല്ലാതെ തന്നെ 32 വർഷം നടന്നു പോയൊരു ചരിത്രം അമ്മയ്ക്കുണ്ട് എന്നിരിക്കെ ഇപ്പോഴും സ്പോൺസേഴ്സിനെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളൊരു സംഘടനയൊന്നും അല്ല. മെയിലൊക്കെ അയച്ചതിന് ശേഷം അമ്മയിൽ തന്നെ മറ്റൊരു മെമ്പർ എന്നെ വിളിച്ചു. പിറ്റേ ദിവസം എന്നെ വിളിച്ച് ചോദിച്ച ടോൺ ഇതാണ്: മോളെ, നീ എന്തിനാണ് മോളെ അമ്പലത്തിനൊക്കെ അതിൽ നിൽക്കുന്നത്? ഞാൻ സിനിമയിലൊക്കെ ഇങ്ങനെയുള്ള ഡയലോഗ് കേട്ടിട്ടുള്ളൂ. അപ്പം ഞാൻ ചോദിച്ചു, ചേച്ചി എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? ഞാൻ അമ്പലത്തിനും പള്ളിക്കും ക്രിസ്ത്യൻ ചർച്ചിനും ഒന്നും എതിര് നിൽക്കുന്ന ആളല്ല, എന്നെ അങ്ങനെ വർഗീയവാദിയാക്കാനുള്ള ശ്രമം നടത്തല്ലേ ചേച്ചി എന്ന് പറഞ്ഞു. പിന്നെ ഈ ചേച്ചി എന്തൊക്കെയോ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു ചേച്ചി, നീ അങ്ങനെ പറയാൻ പാടുണ്ടോ ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊസിഷനിൽ ഇരുന്നിട്ടെന്ന്. ഞാൻ പറഞ്ഞു, ചേച്ചി, ഞാൻ ഉത്തരവാദിത്തപ്പെട്ട പൊസിഷനിൽ ഇരുന്നിട്ട് ഞാൻ എന്ത് പറയണമെന്ന് ഞാനാണ് തീരുമാനിക്കേണ്ടത്, ചേച്ചിയല്ല. അപ്പം ഞാൻ പറയേണ്ട കാര്യം ഞാൻ പറഞ്ഞോളും, ദയവേത് ഈ കാര്യം പറഞ്ഞ് ഇനി എന്നെ ചേച്ചി വിളിക്കരുതെന്ന് പറഞ്ഞു. ഇമ്മീഡിയറ്റ്ലി ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചു. നമ്മുടെ EC ഗ്രൂപ്പിനകത്ത് നടന്നൊരു ചർച്ചയാണ് ഇത്, ടൈറ്റിൽ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം. ഇതെങ്ങനെയാണ് EC മെമ്പർ അല്ലാത്ത മറ്റൊരു സാധാരണ അംഗം അറിയുകയും എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നത്? ഭയങ്കര മോശം പരിപാടിയാണ് ചെയ്തതെന്ന് പറഞ്ഞു. വളരെ കറക്റ്റില്ലേ? ഇവിടെ ഇവര് അൻസു പറയുന്നുണ്ട് ഒരു ധാർമ്മികതയുടെ പുറത്താണ് ഞാനെന്ന് പറഞ്ഞു. വളരെ കൃത്യമായിട്ട് ഒരു അമ്മ പോലത്തുള്ള AMMA പോലത്തുള്ള ഒരു സ്ഥാപനത്തിൽ അവിടെ ഒരു മതത്തെ കൊണ്ടുവരുന്നത് തെറ്റ് തന്നെ. അത് സ്പോൺസർഷിപ്പിലേക്ക് കൊണ്ടുവരുന്നത് തെറ്റ് തന്നെ. ഇന്ന് ഹിന്ദുക്കൾ വന്നാൽ നാളെ മുസ്ലിങ്ങൾ വരും. അപ്പോൾ അത് പിന്നെ ഭയങ്കര പ്രശ്നമായിട്ട് അത് വളരെ കൃത്യമായിട്ടാണ് ആ ഒരു സംഘടന, ഇങ്ങനെ ഒരു സംഘടന നയിച്ചു കൊണ്ടുപോകുന്ന സ്ഥാനമാനങ്ങളിൽ ഇരിക്കുന്നവർ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അൻസിബ ചൂണ്ടിക്കാണിച്ചത് അവിടെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് ഇവർ എക്സിക്യൂട്ടീവ് കുട്ടികൾക്ക് മാത്രമുള്ള അല്ലെ EC മെമ്പേഴ്സിന് മാത്രമുള്ള ഗ്രൂപ്പിലാണ് ഇവർ ഡിസ്കസ് ചെയ്തത്. അതിന് തൊട്ടടുത്ത ദിവസം എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിലൊന്നും ഇല്ലാത്ത മറ്റൊരു വെറും ഒരു അംഗമായ ഒരാളെ വിളിച്ചിട്ട് ഇവിടെ ഭീഷണിപ്പെടുത്തി, നീ ഹിന്ദുക്കൾക്കെതിരായിട്ട് പറഞ്ഞല്ലടി. എനിക്ക് തോന്നുന്നത് പ്രിയങ്ക ആവാനാണ് ചാൻസ്. ഈ ടോണൊക്കെ കേട്ടിട്ട് അത് പ്രിയങ്ക ആണല്ലോ ഈ പറയുന്ന ടിനി ടോമിന് വേണ്ടിയിട്ട് അല്ലെ ആണുങ്ങൾ എവിടെ വീണ് പിന്നെ എന്ത് കളഞ്ഞ് അതെല്ലാം തേടി പിടിച്ച് കണ്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരാളാണ് ഈ പറയുന്ന പ്രിയങ്ക. അപ്പോ അവളായിരിക്കണം എനിക്ക് തോന്നുന്നത്, വേറെ ആരും വിളിക്കുന്നു എനിക്ക് തോന്നുന്നു. മിക്കവാറും അവൾ തന്നെ ആയിരിക്കും. നീ ഹിന്ദുക്കളെ എതിരായിട്ട് പറയല്ലേ, നീ ഇന്ന സ്ഥലം എന്തോന്നല്ലേ ഇത്? ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് ആരാണ് ഇത് പറഞ്ഞത്? സത്യം പറഞ്ഞ അൻസിബയിൽ ഈ ഒരു റെക്കോർഡ് ഉണ്ടെങ്കിൽ ഈ വ്യക്തി ആരാണ് അവരെയൊക്കെയാണ് കൊണ്ടുവരേണ്ടത്. എടുത്തറിയണം. അമ്മയെന്നല്ല, ഈ പരിസരത്ത് ഈ സമൂഹത്തിൽ കേരളത്തിൽ തന്നെ കൊണ്ടുവരരുത്. ഇവിടെയൊക്കെ അവിടെ കിടന്ന് ജാതി മതം പറഞ്ഞുണ്ടാക്കാൻ വേണ്ടി വരണത്, അത് കേരളത്തിൽ. അപ്പോൾ എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. വളരെ കൃത്യമായിട്ട്, വളരെ സ്പഷ്ടമായിട്ട്, വളരെ ക്വയിറ്റായിട്ട്, കാമായിട്ട് പറയേണ്ട കാര്യം മുഖത്ത് നോക്കി അൻസിബ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ടിനി ചേട്ടൻ എന്ന് വിളിക്കുകയും അതിനോടൊപ്പം അയാളൊരു സാമൂഹിക വിപത്താണെന്ന് പറയും, ഇയാളൊരു ക്രിമിനലാണെന്ന് പറയും, കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അവരൊക്കെ ഇങ്ങനെയുള്ള ദ്രോഹം ചെയ്തവരെന്താണ് അവരൊക്കെ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം.
ശ്വേതാമേനെ കുറിച്ച് ശ്വേതാമേനൻ എങ്ങനെ ഇതിനെ അവനെ ടിനി ടോമിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും? ശ്വേതാമേന പറയുന്നത് അയ്യോ ഇത് വിഷയം ഇവിടെ എടുക്കരുത്, അവരെ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ചക്കരെ പോലീസ് സ്റ്റേഷനിൽ കയറ്റാനുള്ള പുറപ്പാടാണോ? ഇപ്പൊ കുക്കു പരമേശ്വരൻ എന്ത് പറഞ്ഞു? കുക്കു പരമേശ്വരൻ പറഞ്ഞു, ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താണ് ഈ പറയുന്ന അവിടെയുള്ള മാനേജർ അതുല്യ എന്ന് പറയുന്ന മാനേജർ ഉൾപ്പെടെ അവിടെയുള്ള സെക്യൂരിറ്റിക്കാർ ഉൾപ്പെടെ വന്ന വോയിസ് ഈ ചേതോ മേനന്റെ പിന്നീട് ചേതോ മേനൻ ഉണ്ടാക്കിയതാണ്. അതെല്ലാം ഒരു മാനിപ്പുലേഷൻ ആണ്, മനസ്സിലായി? അതൊക്കെ അവർ ഫാബ്രിക്കേറ്റ് ചെയ്തതാണ് എന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് കൃത്യമായിട്ട് പറയുന്നു. അപ്പം കുക്കു പരമേശ്വരൻ വളരെ സ്ട്രൈറ്റ് ആയിട്ടാണ് പറഞ്ഞത്. എന്താണ് അതായത് ഇത് എന്നാണ് ഈ കോൾ വന്നത്, എന്നാണ് ഇവർ റെക്കോർഡ് ചെയ്തത്, അതിന്റെ ഡേറ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് എപ്പോഴാണെന്ന് അറിയില്ല. അപ്പൊ എനിക്ക് ഏതൊരു പിന്നീട് അന്വേഷണത്തിനും ഞാൻ തയ്യാറാണ് എന്ന് വളരെ ശക്തമായിട്ട് പറയുമ്പോൾ ഇവിടെ പെടും. അത് കേട്ട് തന്നെ മനസ്സിലായി. അവിടെ ഒരു സെക്യൂരിറ്റി അവിടെ മാനേജർ വളച്ചെടുത്ത് സെക്സ് ചെയ്ത് അതിന്റെ പിന്നീട് വീഡിയോ എടുത്ത് ഇതൊക്കെ കേൾക്കുന്ന മലയാളികൾക്ക് മനസ്സിലാവില്ലേ? ഇപ്പൊ ഇത് മറ്റത് കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ചേതോ മേനോൻ ഉൾപ്പെടുന്നവർ ഉണ്ടാക്കിയ ഒരു സാധനമാണ്. ഞാൻ എപ്പോഴും പറയും, താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ. ഇവിടെയും ചേതോ മേനോൻ കുഴിയിലാവുകയുള്ളൂ. ഇത് ശാസ്ത്രീയമായ തെളിവുകൾ കൊണ്ട്, അതായത് ഈ ഫോണിന്റെ റെക്കോർഡ് ചെയ്തതിന്റെ ശാസ്ത്രീയമായ തെളിവുകൾ. അതുപോലെ കുക്കു പരമേശ്വരൻ പറയുന്ന മറ്റൊരു കേസുണ്ട്. ഇതേ സെക്യൂരിറ്റി തന്നെ എന്റെ അടുത്ത് വിളിച്ചിട്ട് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, എന്നെ നിർബന്ധിച്ചതാണ് എന്ന് പറഞ്ഞ വോയിസ് കുക്കു പരമേശ്വരന്റെ ഉണ്ട്. അത് പല മീഡിയയിലുണ്ട്, അത് പുറത്തുവിട്ടില്ല. അതും കൂടി ആവുമ്പോൾ അമ്മയുടെ ശ്വേതാമാമ മേഡം ഇല്ലേ പെടും. അതിന്റെ കൂട്ടത്ത് ഈ പറഞ്ഞ അഹങ്കരിക്കുന്ന ലക്ഷ്മിപ്രിയ ആയിക്കോട്ടെ, ടിനി ടോം ആയിക്കോട്ടെ, എല്ലാം പെടും എന്നുള്ളതാണ്. എന്തൊക്കെയായാലും ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, അൻസുബ എന്ന് പറയുന്ന പെൺകുട്ടി പുലിയല്ല പുലിയാണ് എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാം. ജയ് ഹിന്ദ്.